വലിയ ആശങ്ക പ്രതിഷേധമൊക്കെ നാട്ടുകാർ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊരു വലിയ റോഡ് വരികയാണല്ലോ, വലിയ വിസ്താരത്തിൽ സഞ്ചരിക്കാം, അപകടമില്ലാതെ സഞ്ചരിക്കാമെന്ന സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്താണ് മഴ ശരിക്കും അതിൻ്റെ ഒരു വലിയ കടുത്ത രീതിയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇടിഞ്ഞ് വീണ് താഴേക്ക് പതിക്കുന്നത്. ഭാഗ്യം കൊണ്ടാണ് ആളുകൾ ജീവനോടെ രക്ഷപ്പെട്ടത്. അരുൺ അമർനാഥ് അവിടെ നിന്നും കൂടുതൽ വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കും. അരുൺ, ഒരേ നിർമ്മാണ രീതിയാണ്, അതായത് ഈ ദേശീയപാത കടന്നു പോകുന്ന എല്ലായിടത്തെയും അടിസ്ഥാനമായ മണ്ണ്, അവിടുത്തെ പ്രകൃതി എന്ന് പറയുന്നതിനെ വിശ്വാസത്തിലെടുത്ത് അതിൽ ശാസ്ത്രീയമായ പഠനം നടത്തി ഏത് നിർമ്മാണ രീതി അവിടെ അവലംബിക്കണം എന്ന കാര്യം വേണം. ഇതിപ്പോൾ ചതുപ്പിലാണ് സർവീസ് റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. സർവീസ് റോഡ് ഇടിയുമ്പോൾ സ്വാഭാവികമായും മുകളിലും ഈ പ്രശ്നമുണ്ടാകും. ഇതൊന്നും പരിശോധിക്കാതെയാണ് നിർമ്മാണ രീതി എന്ന് പറയുന്ന ഒരു പ്രശ്നം അത് സംസ്ഥാന വ്യാപകമായി ഉണ്ടാകാം. കുരിയാട് അപകടം എന്ന് പറയുന്നത് ഒരു ദിശാസൂചി കൂടിയായിരിക്കും അങ്ങനെയാണെങ്കിൽ. മാധു പറഞ്ഞു തുടങ്ങിയത് തന്നെയാണ്. കാരണം ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. ഇത് വേങ്ങര കൂരിയാട് മാത്രം ഉള്ള ഒരു സംഭവമായി മാറില്ല എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ സംഭവം തരുന്നത്. കാരണം സംസ്ഥാന വ്യാപകമായി തന്നെ ഒരു പരമ്പര പോലെ നമുക്ക് കാണാൻ സാധിക്കാം എന്നതിൻ്റെ ഉദാഹരണമാണ്. ഇപ്പോൾ ഏകദേശം 3 കിലോമീറ്റർ മാറി തലപ്പാറയിൽ കൂടി സമാനമായ രീതിയിൽ റോഡിൽ വിള്ളൽ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞതിലേക്കാണ് വരുന്നത്. നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്ന വിവിധമായ കാര്യങ്ങളുണ്ട്. ഈ പണി ആരംഭിച്ചപ്പോൾ തന്നെ ഇവിടെ പൈലിംഗ് നടത്തിയിട്ടില്ല. ഒപ്പം തന്നെ ഈ മണ്ണ് പരിശോധിച്ചിട്ടില്ല. ചതുപ്പ് നിലമാണ്. ഈ വയൽ നികത്തിയാണ് ഇത്തരത്തിൽ ഉയരത്തിലേക്ക് ഇത്തരത്തിലൊരു അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഈ സർവീസ് റോഡിന് ഈ റോഡ് താങ്ങാനുള്ള ശേഷിയില്ല എന്നുള്ളതാണ്. അവിടെ പോയി പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ കല്ലുകളിൽ ഉണ്ടാകുന്ന വിള്ളൽ. ഒപ്പം തന്നെ ഈ റോഡ് പല ഭാഗത്തും വിണ്ട് കീറി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത്. ഈ കൂരിയാട് മുതൽ വട്ടപ്പാറ വരെ ഒരു റീച്ചും വട്ടപ്പാറ മുതൽ പൊന്നാനി വരെ 25 കിലോമീറ്ററോളം നീളുന്ന റീച്ചിൻ്റെ പല മേഖലകളിലും ഇതിന് സമാനമായ 50 മീറ്ററോളം ഉയരത്തിലാണ് ഇതേ നിർമ്മാണ രീതിയിൽ ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. പല മേഖലകളിൽ, ചില മേഖലകളിലൊക്കെ ബീമുകളുണ്ട്, പൈലിംഗ് നടത്തിയിട്ടുണ്ട്. പക്ഷേ പല മേഖലകളിലും ഇതുപോലെ സമാനമായ ഈ ബ്രിക്കുകളുടെ ഒറ്റ അടിസ്ഥാനത്തിൽ മാത്രം നിലകൊള്ളുന്ന രീതിയിലുള്ള കല്ലുകൾ കൊണ്ട് കെട്ടിപ്പടുത്തിരിക്കുന്ന രീതിയിലാണ്. എത്രത്തോളം ആശങ്കയുണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ്. കാരണം ഇനി പല കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരുന്നു. മഴ ശക്തി പ്രാപിക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളൊരു ചോദ്യം തന്നെ അവിടെ ബാക്കിയാവുകയാണ്. ദിവിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ റോഡിലുണ്ടാകുന്ന വിള്ളലുകൾ കുറച്ചുകൂടി വിള്ളലിന് വ്യാപ്തി വരെ വന്നിട്ടുണ്ട് എന്നാണ് ഇന്ന് രാവിലെ പോയപ്പോൾ ഇന്നലെ ഉണ്ടായതിനേക്കാൾ മാറ്റമാണ് വിള്ളലിൻ്റെ വ്യാപ്തി അവിടെ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായത്. 3 കിലോമീറ്റർ അപ്പുറമുള്ള തലപ്പാറയിലും സമാനമായ രീതിയിൽ സംഭവം ഉണ്ടാകുന്നു. അത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കളക്ടറേറ്റിൽ മലപ്പുറം കളക്ടറേറ്റിൽ യോഗം പുരോഗമിച്ചു. ഈ വിള്ളൽ കണ്ടാൽ ആളുകൾക്ക് ഭയപ്പാടോടുകൂടി ഇനി അതിലെ വണ്ടി ഓടിക്കാൻ തന്നെ ആളുകൾക്ക് പേടിയായി പോകും. ഈ ഇന്നലത്തെ ദൃശ്യങ്ങൾ കൂടി കണ്ടാൽ ഇപ്പൊ ഇവിടെ എന്തെങ്കിലും ഈ വിള്ളൽ വന്ന സ്ഥലത്ത് എന്തെങ്കിലും തകരാർ പരിഹരിക്കാനോ എന്തെങ്കിലും ശ്രമങ്ങൾ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്നോ ഈ നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടോ? അത് വെറുതെ കുറച്ച് ടാറിട്ട് തേച്ചു പോയാൽ പോരല്ലോ. ഇതിന്റെ അടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ പരിശോധിക്കണ്ടേ? ആ വഴിയാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ തലപ്പാറ തീർച്ചയായും അതാണ് നമുക്ക് പ്രാഥമികമായും വേണ്ടത്. NHAIയുടെയും ഈ KNRCയുടെയും ഒക്കെ ഒരു വിശദീകരണം വേണം. അവർ അതിന് ബാധ്യസ്ഥരാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് പറയാൻ അവർ ബാധ്യസ്ഥരാണ്. ഈ ഘട്ടത്തിൽ അവരുടെ ഒരു വിശദീകരണം നമുക്ക് ലഭ്യമായിട്ടില്ല. അല്പസമയത്തിനകം അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നമ്മൾ ചോദിക്കുന്നുമുണ്ട്. ഈ ഘട്ടത്തിൽ ഇതുവരെ അവരൊരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ദിവിഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ ഈ തലപ്പാറ എന്ന് പറയുന്നത് ഇതേ റോഡ് തന്നെയാണ്, ബൈപ്പാസ് റോഡ് തന്നെയാണ്. ഒരു 3 കിലോമീറ്റർ മാറിയാണ് ഈ തലപ്പാറ എന്ന് പറയുന്ന മേഖല. ഈ തലപ്പാറയിൽ ഈ റോഡ് വിള്ളൽ ഉണ്ടായിരിക്കുന്ന സമാനമായ രീതിയിൽ പല പ്രദേശങ്ങളിലേക്കും ഇതിനുള്ള സാധ്യതയുണ്ടാകും എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്. അപ്പോൾ ഇത് വേങ്ങരയിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വേങ്ങര ഈ ഒരു കൂരിയാടോ വട്ടപ്പാറയിലോ മലപ്പുറം ജില്ലയുടെ ഭാഗങ്ങളിൽ മാത്രമല്ല, സമാനമായ രീതിയിൽ ദേശീയപാത പോകുന്ന പലയിടത്തും ഇത്തരത്തിലുള്ള അപ്രോച്ച് റോഡുകളുണ്ട്. ഇത്തരത്തിൽ കെട്ടി ഉയർത്തിയ രീതിയിലുള്ള നിർമ്മാണ രീതിയുണ്ട്. അപ്പോൾ അവിടെ ഒക്കെ ഒരു ചോദ്യചിഹ്നമായി എന്താണ് ഇതിനൊരു പരിഹാരം എന്നുള്ളതാണ്. ഒരു റീസ്ട്രക്ചറിങ് അവിടെ ആവശ്യമാണോ? അങ്ങനെയെങ്കിൽ അത് ഏത് കാലയളവിൽ? ഇപ്പോൾ പണി പുരോഗമിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് ഏതെല്ലാം രീതിയിൽ മാറ്റം വരുത്തണോ എല്ലാം ഒക്കെ വിശദീകരിക്കേണ്ട ബാധ്യത അല്ലെങ്കിൽ ചുമതല ഈ NHAIക്കും കരാർ കമ്പനിക്കും ഒക്കെ ഉണ്ട്. വിശദമായ വിശദീകരണം വേണം. അടിയന്തര പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ്. അത്തരത്തിൽ തന്നെ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം. വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് അവിടെ യാഥാർത്ഥ്യമാണ്. നമുക്ക് വേണ്ടത് വിമർശനങ്ങളൊന്നുമല്ല, അവകാശവാദങ്ങളുമല്ല, അടിയന്തര പരിഹാരം തന്നെയാണ് എന്നുള്ളതാണ് നാട്ടുകാരും ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ദിവിഷ്, മാധു.